കാര്യം എന്താ ഞാനെന്താ ചെയ്യണ്ടെന്ന് പറ. ഒന്നുമില്ലടാ, നീ ആ ശിവാനിയുടെ ഹസ്തരേഖ കളക്ട് ചെയ്ത് മുതലാളിക്ക് കൊടുക്കണം. അതാ ഇപ്പൊ നിന്റെ ഡ്യൂട്ടി. ശിവാനിയുടെതോ? അതേടാ. ആഹാ, അത് കൊള്ളാമല്ലോ. വീട്ടിലേക്ക് വരേണ്ട പെണ്ണിനെ കുറിച്ച് അറിയേണ്ടത് തന്നെയല്ലേ? പറയടാ, നിനക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണോ? എന്താണ് അച്ഛാ, എന്ത് ഇക്കാര്യത്തിൽ ഇത്ര സംശയം? എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്തു തീർത്തേക്കാന്നേ. ഒരു കാര്യം ഓർക്കണം, ഇത് വളരെ രഹസ്യമായിരിക്കണം. ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല. ഒരു ടെൻഷനും വേണ്ട അച്ഛാ, അതൊക്കെ വിട്ടേക്കുന്നേ. ഞാനിവിടെ ഉണ്ടല്ലോ, എല്ലാം ഓക്കെ ആയെന്ന് തന്നെ അങ്ങ് വിചാരിച്ചു. നിന്റെ തലയിലെഴുത്താ. ഏയ്, എന്താടി നീ എപ്പോഴും ഇങ്ങനെ? എന്ത് ചെയ്യാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും അപ്പൊ ഒരു മുടക്കായിട്ട് വന്നോളൂ. എടാ മോനെ, നീ പോ നോക്ക്. ഇങ്ങനെ തന്നെ സംസാരിച്ച് അച്ഛനും മോനും എന്നെ കൊല്ലും. നിന്നെയൊക്കെ ആര് വിചാരിച്ച കൊല്ലാനടി? നിന്റെ ഇടക്കിടന്ന് ഞങ്ങളല്ലേ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. നമസ്കാരം മാഡം. ചുമ്മാ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ. ആഹാ, അടിപൊളിയാണല്ലോ. ഇന്നെന്താ വിശേഷം? ഇന്നെന്താ സ്പെഷ്യൽ ആയിട്ടുള്ളത്? ഇല്ലല്ലോ. സ്പെഷ്യൽ ഡേ ആയിരുന്നെങ്കിൽ അമ്മേനെ പുറത്തേക്ക് വിടില്ലായിരുന്നല്ലോ. എന്താ മാഡം ഇന്നെന്താ സ്പെഷ്യൽ? അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്ന പോലെയല്ലേ. സന്തോഷം ഉണ്ടായ എല്ലാ ദിവസവും സ്പെഷ്യലാ. വാ വാ വാ, കറക്റ്റ് മാഡം, കറക്റ്റാ. സന്തോഷം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും സ്പെഷ്യൽ ആയിരിക്കും. പക്ഷേ ഇന്നത്തെ നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം എന്താന്ന് പറയും. നമ്മൾ ഇനി ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ആ കാരണം മാത്രം പോരെ നമുക്ക് സന്തോഷിക്കാനായിട്ട്. ഇതെന്താ അത്? ഡയറക്റ്റായി എന്നെ കുറിച്ചാണല്ലേ പറയുന്നത്? ഓ അങ്ങനെ, ശരി ശരി, മനസ്സിലായി. പക്ഷേ നിങ്ങളെ ആരാണോ സന്തോഷിപ്പിച്ചത് അവരോട് തന്നെ ഇക്കാര്യം പറഞ്ഞാ അവർക്ക് ഒരുപാട് സന്തോഷാവില്ലേ? ശരിയല്ലേ? എന്തു തോന്നുന്നു? പറയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം. പക്ഷേ നമ്മൾ എന്താണെന്ന് അറിയുന്ന ഒരാളോട് പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്കിട്ട് തന്നെ വേണോ? എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിട്ട് അതൊന്ന് തുറന്നു പറയാൻ മടിയാണല്ലേ? ഓക്കെ, നോക്കാം. എന്തിനാ മാഡം ഇത്രയും കളേഴ്സ്? എന്തിനാ? ജീവിതം എന്ന് പറയുന്നത് തന്നെ നിറങ്ങളല്ലേ. നമ്മുടെ ചുറ്റും എത്ര നിറഭേദങ്ങളുണ്ടോ നമ്മുടെ ജീവിതം അത്രയും സന്തോഷകരമായിരിക്കും. എനിക്ക് കോലം വരയ്ക്കുന്നതൊക്കെ വലിയ ഇഷ്ടം. സന്തോഷമുള്ള ദിവസം ഞാൻ കോലം വരയ്ക്കും. മനസ്സിന് വല്ലാത്തൊരു അനുഭൂതിയാ അത്. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. നമ്മുടെ കൊച്ചു മുതലാളിയില്ലേ, അവരിങ്ങനെ വല്ലാത്ത സന്തോഷം വരുമ്പോ പെയിന്റിങ്ങിൽ അങ്ങ് മുഴുകും. അവർക്ക് ഈ കളേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇഷ്ടം. എന്റെ മനസ്സിലിപ്പോ ആരാണോ തൃശ്ശൂരിൽ അയാളെ കുറിച്ച് തന്നെയാണല്ലോ സംസാരിക്കുന്നത്. മാഡം, എനിക്കിങ്ങനെ സന്തോഷം വരുമ്പോ ഇതുപോലെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന ഒന്നും എന്നെ കൊണ്ട് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ പുറത്തു പോയി ചിലപ്പോ ഐസ്ക്രീം ഒക്കെ കഴിക്കും. ബൈക്ക് എടുത്ത് ഒരു 4 റൗണ്ട് സ്പീഡിൽ അങ്ങ് കറങ്ങിയിട്ട് വരും. ഇതുപോലെ എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയ വല്ലതും ചെയ്യണം. അപ്പോഴേ എനിക്ക് സന്തോഷം കിട്ടും. നിനക്ക് നിന്റെ ഇഷ്ടം, എനിക്ക് എന്റെ ഇഷ്ടം. എനിക്ക് കോലം വരയ്ക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഓ ശരി, ആയിക്കോട്ടെ. മാഡം പറഞ്ഞാല് യാതൊരു തെറ്റുമില്ല.
നടക്കട്ടെ, കോലം വരയ്ക്കാൻ നടക്കട്ടെ. സംഭവം അടിപൊളിയാ, ബ്യൂട്ടിഫുൾ കളേഴ്സ്, നിങ്ങളെപ്പോലെ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ, സമാധാനം ചെയ്തോ. അല്ല മാഡം, കോലത്തിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞപ്പോ എന്നെന്തിന് ഇങ്ങനെയൊക്കെ നോക്കുന്നു? സന്തോഷായിട്ടിരുന്നപ്പോ പെട്ടെന്ന് ആളങ്ങ് മാറിപ്പോയി. മാഡം, ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടതറിയോ? ഈ നിമിഷം നടക്കുന്നത് ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, എന്തുണ്ടായാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് മുന്നോട്ട് അങ്ങ് പോയേക്കണം. അതെങ്ങനെയാന്ന് മനസ്സിലായോ? ദേ ഇത് നോക്കൂ. കിട്ടും, എത്രയും പെട്ടെന്ന് തന്നെ ശിവാനിയുടെ ഹസ്തരേഖ എന്റെ കൈകളിൽ എത്തിയിരിക്കും. നമുക്കെന്തിനാ അവളുടെ ഹസ്തരേഖ? അതുകൊണ്ട് എന്താ ഉപയോഗം? ഹസ്തരേഖയിൽ മനുഷ്യന്റെ തലവര കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ശിവാനിയുടെ ഹസ്തരേഖയിലൂടെ അവളുടെ ജാതകം മനസ്സിലാക്കാൻ പറ്റും. അവളൊരു ഇച്ഛാധാരി നാഗമല്ലേ? നാഗങ്ങൾക്ക് ഹസ്തരേഖ ഉണ്ടാവുന്നത് സാധ്യമാണോ? ഓരോ ജീവികൾക്കും അവരുടേതായ തലവരകളുണ്ട്. എന്നാൽ അത് എല്ലാ ജീവികളിലും തെളിഞ്ഞു കാണില്ല. കേവലം മനുഷ്യന്റെ ഹസ്തരേഖയിൽ നിന്ന് അത് പൂർണ്ണമായി വായിച്ചെടുക്കാം. ഇച്ഛാധാരി നാഗം മനുഷ്യരൂപം പൂണ്ടാൽ അതിന്റെ ജാതകം കൈരേഖയിൽ നിന്ന് വായിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ ശിവാനിയുടെ ജാതകം അവളുടെ ഹസ്തരേഖയിലുണ്ടോ? അതെ, ഞാൻ കാത്തിരിക്കുന്നതും അതിനു വേണ്ടിയാണ്. അവളുടെ ഹസ്തരേഖയിലൂടെ എന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കും. അവളുടെ ഭർത്താവാകാൻ പോകുന്നവന്റെ യോഗ്യതയും അതിൽ എഴുതിയിരിക്കും. പൂർണ്ണ ആയുസ്സോടെ എന്റെ പേരക്കുട്ടിക്ക് ഒരു മഹാരാജാവിനെ പോലെ വാഴാം. മഹാമായേ, എനിക്കൊരു സംശയം. നാഗത്തിനെ കൊണ്ട് ത്രിവിക്രമന്റെ വിവാഹം നടത്തിയാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ? നാഗത്തിനൊപ്പം മനുഷ്യനൊരു ബന്ധം എങ്ങനെ സാധിക്കും? നാഗം മനുഷ്യരൂപം പൂണ്ടാൽ പിന്നെ എല്ലാം സാധ്യമാവും. മനുഷ്യനെ പോലെയുള്ള ചിന്ത ആ നാഗത്തിനുമുണ്ടാവും. കാമം, ക്രോധം, ലാഭമോഹങ്ങൾക്കുള്ള മത്സരങ്ങൾ ഇച്ഛാധാരിയായ നാഗത്തിന്റെ മനസ്സിലും രൂപപ്പെടുന്നതായിരിക്കും. എങ്കിലും ഇച്ഛാധാരി നാഗത്തിനൊപ്പം ബന്ധം പുലർത്തിയാൽ അതവരുടെ പരമ്പരയെ കൂടെ ബാധിക്കില്ലേ? തെറ്റ്. എന്റെ പരമ്പര അവളെ വിവാഹം കഴിച്ചാൽ വരും തലമുറയ്ക്കും അപകടമാവില്ല. മക്കളെല്ലാം മല്ലികപ്പൂ പോലുള്ളവരായിരിക്കും. എന്റെ പേരക്കുട്ടി എന്തു തന്നെ തെറ്റ് ചെയ്താലും അവൻ ഒരു ശിക്ഷയും കിട്ടുകയില്ല, മരണവും ഉണ്ടാവില്ല. അവന്റെ കയ്യിൽ നാഗമാണിക്യമുണ്ടെങ്കിൽ അവൾ നാഗലോകം തന്നെ അവനെതിരെ നിന്നാലും അവളുടെ പുരുഷനെ കാത്തു സംരക്ഷിച്ചിരിക്കും. ഒരു വശത്ത് നാഗമാണിക്യത്തിന്റെ ശക്തി, ഇനിയൊരു വശത്ത് നാഗകന്യകി എന്ന സ്ത്രീ ശക്തി. രണ്ടും എന്റെ പരമ്പരയെ കാത്തു സംരക്ഷിക്കും. എന്റെ പേരക്കുട്ടിയെ ആരെ കൊണ്ടും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. എന്റെ പരമ്പര ഈ പ്രപഞ്ചത്തിന്റെ നെറുകയിൽ തന്നെ കയറി ഭരിക്കും. I'm sorry. Calm down. വേണ്ട, തൃശൂൽ.
സോറി മാഡം, സോറി. കോലം വൃത്തിയേടാക്കിയതിന്. മാഡം വേണമെങ്കിൽ ഞാൻ തന്നെ ശരിയാക്കി തരാം. ഓക്കെ? വേണമെന്നില്ല. സോറി മാഡം, നിങ്ങളുടെ ഹസ്തരേഖ ഞാൻ ചോദിക്കാതെ എടുത്തത്. ഇതെന്താടാ ഇത്രയും കളേഴ്സ്? ഇത് ഒരുപാട് ഹസ്തരേഖ ഉണ്ടല്ലോ. മുതലാളി, അതില് വലത്തെ കൈയുടെയും ഇടത്തെ കൈയുടെയും എല്ലാത്തിന്റെ ഹസ്തരേഖയുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാമല്ലോ. ഇതെങ്ങനെയാടാ സാധിച്ചത്? നീ ഹസ്തരേഖയാണ് എടുത്തതെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ അല്ലേ? നോ ചാൻസ് മുതലാളി. ഞാൻ അവിടേക്ക് ചെന്നപ്പോ അവരവിടെ കോലം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ രണ്ട് കൈകളും എന്റെ ടീഷർട്ടിലാവുന്ന പോലെ ഒരു സൂത്രം ഒപ്പിച്ചു. അതായത് ഒരു തരം കോലം വരയ്ക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു നാടകം കളിയില്ലേ, അതാ. അവൾക്ക് ഒരു സംശയം വന്നിട്ടില്ല. വെരി ഗുഡ്. ഇതുകൊണ്ടൊക്കെയാണ് മോനെ എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടം. നിന്നെ കൊണ്ട് സാധിക്കാത്തതായ കാര്യങ്ങളേ ഇല്ല. ഏതൊരു കാര്യം ഏൽപ്പിച്ചാലും ഭംഗിയായിട്ടെന്നല്ല അതിലും ഭംഗിയായിട്ട് നീ ചെയ്യാൻ ശ്രമിക്കുന്നു, വിത്ത് പെർഫെക്ഷൻ. ഇതൊക്കെ വലിയ കാര്യമാണ് മുതലാളി. എന്തോ എന്നെ കൊണ്ട് ആവുന്ന പോലെയൊക്കെ ചെയ്യുന്നു. ചിലപ്പോ കുറവുകളുണ്ടാവും. എന്തൊക്കെയായാലും അവസാനം ഇവനെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് തോന്നരുതല്ലോ, അതാ. ഇത് കേൾക്കുമ്പോ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. ആരാണ് മനസ്സാൽ കർമ്മത്തെ സമീപിക്കുന്നത് അവർക്ക് വിജയം എന്നത് സുനിശ്ചിതമായിരിക്കും. മുതലാളി, ഇപ്പോഴേ അവൻ ആരൊക്കെ വന്ന വിചാരം. തന്നെ കയറാൻ നിൽക്കുന്ന കുരങ്ങിന് ഏണി വെച്ച് കൊടുക്കണോ? ഞാൻ വെറുതെ പറഞ്ഞല്ല അന്തീശ. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്തായിരിക്കാൻ പറ്റില്ല. എന്നാ ശരി മുതലാളി, ഞാൻ പൊക്കോട്ടെ. കാര്യം മുതലാളി, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. എന്നോട് ദയവായി ക്ഷമിക്കണം മുതലാളി. എന്താ നീ ചെയ്തത്? മുതലാളിയോട് എന്ത് തെറ്റാ ചെയ്തതെന്ന്? ഏയ് നന്ദീശ, കൂൾ. തൃശൂൽ, എന്താ കാര്യം എന്ന് പറ. അത് കൊച്ചു മുതലാളിക്ക് കൊടുക്കാൻ അന്നെന്റെ കയ്യിൽ മുതലാളി പാല് തന്നു വിട്ടിരുന്നില്ലേ, അതെന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീണു പോയിരുന്നു. എടാ, എന്താണ് നീ പറയുന്നത്? നന്ദീശ, കൂൾ. നീ ഇതെന്താ നേരത്തെ എന്നോട് പറയാതിരുന്നേ? അല്ല മുതലാളി, ഇക്കാര്യം ഞാൻ അന്ന് തന്നെ പറയാനിരുന്നതാണ്. പക്ഷെ കൊച്ചു മുതലാളിയാണ് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് അന്ന് തന്നെ തടഞ്ഞത്. അക്കാര്യം അന്ന് മുതലാളി അറിഞ്ഞാ ചൂടാവും, ടെൻഷൻ അടിക്കും എന്നൊക്കെ വിചാരിച്ചാ കൊച്ചു മുതലാളി അന്ന് പറയണ്ടെന്ന് പറഞ്ഞത്. മുതലാളി എന്നോട് ദയവായി ക്ഷമിക്കണം. എനിക്കും എന്തോ പോലെയായിരുന്നു. ഇപ്പൊ നോക്കിയേ, എല്ലാ കാര്യം നിങ്ങളോട് പറഞ്ഞപ്പോ എനിക്ക് നല്ല സമാധാനമായി. എന്നോട് ക്ഷമിക്കും മുതലാളി. സാരമില്ല. ത്രിവിക്രം,
ഡാഡ് എന്തിനാ ഇതായിട്ട് ഇങ്ങോട്ട് വന്ന്? ഞാൻ അങ്ങോട്ട് വരായിരുന്നല്ലോ. സാരമില്ല, അതായത് കുടിക്കാം. തന്നേക്ക്, ഞാൻ കുടിച്ചോളാം. ഇപ്പൊ തന്നെ എന്റെ കൺമുമ്പിൽ വെച്ച് കുടിക്കണം. പിടിക്കും. എന്താ ഡാഡ്? ചോദ്യങ്ങൾ വേണ്ട, കുടിക്കാനാ പറഞ്ഞത്. ഇത് 3-ാം തവണ ചൂർണം കലക്കിയ പാല. കുടിക്ക, എല്ലാം ശരിയാവും. ഞാൻ ആ തൃശ്ശൂലിന്റെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നില്ലേ, ആ പാല് നീ കുടിച്ചോ. ഡാഡി, അത് ഇല്ല, അത് മറിഞ്ഞുപോയി ഡാഡി. അതുകൊണ്ട് പിന്നെ അത് കുടിച്ചെന്ന് നീ എന്തിനാ എന്നോട് നുണ പറഞ്ഞത്? ഡാഡ് നോക്ക്, ഇനിയും കൂടുതൽ നുണ പറയണ്ട. നിന്നെയൊക്കെ ഒരുപാട് വിശ്വസിച്ചിട്ടും എന്തൊക്കെയാ നീ ചെയ്തു കൂട്ടുന്നത്. എന്നാലും നീ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് പോലെ. ഞാൻ എന്ത് ചെയ്താലും അത് നിന്റെ നല്ലതിന് വേണ്ടിയാ. എന്നെ നിന്റെ അച്ഛനായിട്ട് കാണണ്ട, ഒരു നല്ല ഫ്രണ്ടായിട്ട് കണ്ടൂടെ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യേ. സോറി ഡാഡ്, ഈ പാലിന്റെ കാര്യം ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നും വേണ്ടാത്തതെന്നും ഒക്കെ എനിക്ക് വളരെ നന്നായിട്ടറിയാം. നോക്ക്, ഇനി നീ എന്നിൽ നിന്നൊന്നും മറക്കരുത്, കേട്ടോ? ഈശ്വര, ഇനി എത്ര നാളെന്ന് വെച്ച ആദിശേഷൻ ആരാണെന്ന് അറിയാതെ ഞാൻ കഴിയാ. ത്രിവിക്രമൻ തന്നെയാണോ ആദിശേഷൻ? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ത്രിവിക്രമൻ തന്നെയാണോ എന്ന് മനസ്സിലാക്കിയേ പറ്റൂ. മഹാദേവ, എന്തെങ്കിലും ചെയ്ത് അവൻ തനിച്ച് എന്റെ അടുത്ത് എത്താനുള്ള അവസരം ഉണ്ടാക്കി തരണേ. ഇത്രയും നേരമായിട്ട് അവൾ ഈ വഴി വന്നില്ലല്ലോ. എന്തുപറ്റി? ഇങ്ങനെ ഈ കാത്തിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ടെൻഷനുള്ള വേറെ കാര്യമില്ല. യൂഷ്വലി ഇതിലെയാണല്ലോ വരാറുള്ളത്. വിളിച്ചു വെക്കാന്ന് വിചാരിച്ച മാനേജറുടെ നമ്പറെ കയ്യിലുള്ളൂ. അതിൽ വിളിച്ചിട്ട് ശിവാനിക്ക് കൊടുക്കുമെന്ന് ചോദിച്ചാ ശരിയാവില്ല. വേറെന്താ ഇപ്പൊ ചെയ്യാ? ഈശ്വര, ത്രിവിക്രം ഞാൻ പോകുന്ന വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ചെയ്ത് അവനെ അവിടെ നിർത്തി സംസാരിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. എന്തായാലും ശിവാനി വഴി വന്നല്ലോ. യെസ്. എങ്ങനെ ഇപ്പൊ സംസാരിച്ചു തുടങ്ങാം? അധികമൊന്നും ചോദിക്കണ്ട. ഹായ്, നീ എന്താ ഇവിടെ നിന്ന് മാത്രം ചോദിക്കാം, അതാ നല്ലത്. സിമ്പിളായിട്ട് ഹായ്, താനെന്താ ഈ വഴിക്കുന്നത് ചോദിക്കാം. ഹായ്. എന്താ രണ്ടുപേരും ഒരേ ചോദ്യം തന്നെയാണല്ലോ ചോദിക്കുന്നത്? ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെയാണല്ലോ ത്രിവിക്രമൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, താൻ എന്താ? ഓക്കെ സ്റ്റോപ്പ്. റൂൾ ഈസ് റൂൾ. ഓൾവേസ് ലേഡീസ് ആണല്ലോ ഫസ്റ്റ്. ഞാനപ്പോ രണ്ടാമത് ചോദിച്ചോളാം. സോ താൻ എന്താന്ന് വെച്ചാൽ അത് ചോദിച്ചോ, എന്നിട്ട് ഞാൻ ചോദിച്ചോളാം. അതെന്താന്ന് വെച്ചാ എനിക്ക് ഈ ഗ്രീനറിയൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ കാണുമ്പോ എന്തോ ഒരു വല്ലാത്ത സന്തോഷം. സോ അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് ഈ വഴിക്ക് വരുന്നത്. എന്റെ ഇഷ്ടങ്ങൾ തന്നെയാണല്ലോ ത്രിവിക്രമന്റെ ഇഷ്ടം. നാഗങ്ങൾക്ക് നിശബ്ദമായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കാനാണ് ഇഷ്ടം. ത്രിവിക്രമൻ ഇപ്പൊ പറഞ്ഞത് അത് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവൻ... ഹലോ, താനെന്തോന്നും മിണ്ടാതെ ആലോചിച്ചോണ്ടിരിക്കുന്നു? നീ എനിക്ക് കേൾക്കാനുള്ള പെർമിഷൻ മാത്രല്ലേ തന്നുള്ളൂ, സംസാരിക്കാൻ തന്നില്ല. ഓ സോറി എന്റെ ഭാഗത്ത് തെറ്റ്. പ്ലീസ് താൻ പറഞ്ഞോ. ഒന്നുമില്ല. ശിവാനി,
ഇത് ഭയങ്കര മോശാട്ടോ. ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന താനൊന്നും പറയുന്നുമില്ല. ഈ പെമ്പിളരെല്ലാം ഇങ്ങനെ. പെൺകുട്ടികളൊക്കെ എങ്ങനെയാന്ന് ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ തുറന്നു പറയും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പറയില്ല. എന്താ എന്റെ മനസ്സിലെന്താ പറ കേക്കട്ടെ. ഒന്നുമില്ല, ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ. ജസ്റ്റ് എ ഫൺ. ഇല്ല, ഇനിയും വൈകിക്കരുത്. നല്ലൊരു സമയം നോക്കി ഇവൻ തന്നെയാണ് എന്റെ ആദിശേഷൻ എന്നുള്ളത് മനസ്സിലാക്കിയേ പറ്റും. ഒന്നും പറയുന്നില്ലല്ലോ. ഇനി എന്നോട് നിങ്ങൾ ദേഷ്യമാണോ? ത്രിവിക്രം